ഹേ ഹലോ വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് റിലാക്സ് വിത്ത് ഡ്രാമ. പ്രണയത്തിന് പല മുഖമാണ്. അത് ആരെയും തമ്മിൽ പ്രണയിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഇവിടെ ഡോൺ ടീച്ചറും തമ്മിലുള്ള പ്രണയകഥ കണ്ടു നോക്കാം. ഒരു സുന്ദരിയായ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ഒരു ലേഡി അപ്രതീക്ഷിതമായി വന്ന് ടീച്ചറിനെ തല്ലുന്നു. ഇതും സ്വപ്നം കണ്ട് ഉണരുന്നതാണ് യൂൻബോം കഥയിലെ നായിക. എന്തോ അറിഞ്ഞൂടാ, യൂൻബോമിന് ഈ സ്വപ്നം വല്ലാണ്ട് അലട്ടുകയായിരുന്നു. എന്താണെന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയോ കാരണം കൊണ്ട് സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫറായി വന്ന യൂൻബോം എന്നും സൈലൻ്റ് ആയിരുന്നു. ആരോടും അധികം മിംഗലാകാതെ തനിയെ ആയിരുന്നു. ഡാർക്ക് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുമായിരുന്നു എന്നൊക്കെ കൊളീഗ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരുന്നതും കേട്ട് താൻ പാസ്റ്റിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കളർഫുള്ളായി ഡ്രസ്സ് ചെയ്യുമായിരുന്നു, സ്റ്റൈലിഷ് ആയിരുന്നു. താൻ എന്നും അധികം സംസാരിക്കുമായിരുന്നു. ഇതും കൊണ്ട് തന്നെ സ്കൂളിലൊക്കെ ഫേമസ് ആയിരുന്നു. സ്റ്റോറി ടെല്ലർ എന്ന നിക്നെയിമും ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തു പോകുന്ന യൂൻബോം നെടുവീർപ്പിടുന്നു. കൊളീഗ്സൊക്കെ യൂൻബോമിന് സിറ്റിയിലായിരിക്കാം താല്പര്യം, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ട്രാജഡി ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലെ പെരുമാറുന്നു എന്നൊക്കെ പറയുന്നതും കേട്ടുകൊണ്ട് പുറകിൽ വരുന്ന യൂൻബോം തിരുത്താനോ മറുപടി പറയാനോ പോകുന്നില്ല. മറുവശത്ത് അതേ സ്കൂളിലെ ഫേമസ് സ്റ്റുഡൻ്റായ സുൻ ഹാങ്യുൽ എന്ന പയ്യനെ കാണിക്കുന്നു. കൂടെ അതേ സ്കൂളിലെ ടീച്ചറിൻ്റെ ട്വിൻസ് മക്കളെയും കാണിക്കുന്നു. ഹാങ്യുൽ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുന്നു. ഹാങ്യുൽ ഹോങ് എന്ന ടീച്ചറിനോട് തൻ്റെ അവാർഡിനെ കുറിച്ച് സംസാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു ടീച്ചർ അലറി വിളിക്കുമ്പോൾ എല്ലാവരും വന്ന് വിൻഡോ വഴി പുറത്തു നോക്കി ഷോക്കായി നിൽക്കുന്നു. മഴ പോലെ പെയ്യുന്ന മഞ്ഞ് വകവയ്ക്കാതെ ഷോർട്ട് സ്ലീവ് ടീഷർട്ടും ഇട്ടുകൊണ്ട് ഒരു കോട്ട് പോലും ഇടാതെ മാസായി വരുന്നതാണ് ഈ കഥയിലെ ഹീറോ, ദി നൊട്ടോറിയസ് ഡോൺ ജാങ് ഹോയിൽ. ഹാങ്കുയിൽ സുൻ ഹാങ്കുയിലിൻ്റെ അങ്കിളാണ്. ടീച്ചേഴ്സ് വേഗം തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നു. പക്ഷേ ജാങ്യുലിൻ്റെ ഒറ്റ തള്ളിന് ഡോറൊക്കെ തെറിച്ചു പോണു. ജാങ്യുലിനെ ക്യൂരിയസ് ആയി നോക്കി നിൽക്കുന്ന ബോം, ഫിറ്റായ ബോഡി, ഒരു കയ്യിൽ ടാറ്റു, ഇതൊക്കെ കണ്ട് ഇയാളൊരു ഗാങ്സ്റ്റർ ആണല്ലേ. അപ്പോൾ തന്നെ ജാങ്യുൽ ഹാങ്യുൽ എൻ്റെ നെഫ്യൂ ആണ് എന്ന് പറഞ്ഞത് അയ്യോ ഇയാൾ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഗാർഡിയൻ ആണോ എന്ന് ചിന്തിച്ചു പോകുന്നു യൂൻബോം. തൻ്റെ നെഫ്യൂവിൻ്റെ അവാർഡിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഹോങ് എന്ന ടീച്ചറിനെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഹോങ് ജാങ്യുലിനെ കണ്ടതേ ഒളിച്ചിരിക്കുന്നു. അവിടെ നിന്ന് വേഗം തന്നെ ഒരു ടീച്ചർ പ്രിൻസിപ്പാലിനെ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. പ്രിൻസിപ്പാൽ ജാങ്യുലിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ജാങ്യുലിനോട് താൻ വളരെ ബിസി എന്നതുപോലെ സംസാരിക്കുന്നു. പ്രിൻസിപ്പാൽ കണ്ടതേ എൻ്റെ നെഫ്യൂവിൻ്റെ അവാർഡ് എന്തിനാണ് ക്യാൻസലാക്കിയത് എന്ന് പറയണം എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വേഗം തന്നെ പ്രിൻസിപ്പാൽ ദേഷ്യപ്പെടാതെ യൂൻബോം വേഗം തന്നെ സാറിന് ഒരു കപ്പ് കോഫി ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ജാങ്യുൽ സ്കൂളിലെ ലേഡി സ്റ്റാഫ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാലിൻ്റെ കൈ പിടിച്ച് തിരിക്കുന്നു. പിന്നീട് യൂൻബോമിനോട് ശരിയല്ലേ മിസ് ബ്യൂട്ടിഫുൾ എന്ന് മെല്ലെ പറയുന്നു. പക്ഷേ ബോം ജാങ്യുലിൻ്റെ സംസാരം കേട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. പ്രിൻസിപ്പൽ വീണ്ടും സർ നിങ്ങൾ ദേഷ്യത്തിലാണ്, വേണമെങ്കിൽ സ്മോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കലി കയറുന്നു. ഒരു സ്കൂളിൽ സ്മോക്ക് ചെയ്യണോ എന്ന് പറഞ്ഞ് വീണ്ടും ജാങ്യുൽ അലറുന്നു. ജാങ്യുലിന് വീണ്ടും ആകാംക്ഷയോടെ ചോദിക്കുന്നു എന്തിനാണ് അവാർഡ് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ പ്രിൻസിപ്പൽ വേഗം തന്നെ ഈ അവാർഡ് പാരൻസിൻ്റെ കൂടെ വളർന്ന് വലുതായ മക്കൾക്കാണ്, അതാണ് ഹാങ്യുലിന് അവാർഡ് റിജക്റ്റ് ആക്കിയത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാരണം ഹാങ്യുലിന് പാരൻസ് ഇല്ല, അങ്കിൾ മാത്രം. ഇത് കേട്ടത് ജാങ്യുലിന് ദേഷ്യം തലക്കേറി. പാരൻറ്റിങ് പറഞ്ഞാൽ എന്താണ്, ഒരു കൊച്ചിൻ്റെ എല്ലാ കാര്യം കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. അതേപോലെ ഞാൻ ഹാങ്യുലിൻ്റെ പാരൻസ് എന്ന് അവൻ്റെ ഇഞ്ചക്ഷൻ തൊട്ട് എല്ലാം കാര്യം ഞാനാണ് നോക്കുന്നത്. ഞാനാണ് അവൻ്റെ പാരൻസ്. പനി വന്നാലോ അല്ല വേറെന്തെങ്കിലും അസുഖം വന്നാലോ ഞാനാണ് അവനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനല്ലേ അവൻ്റെ പാരൻസ് എന്ന് അവൻ്റെ ഭാഗം വ്യക്തമായി എല്ലാവരോടും പറയുന്നു. ഇത് കേട്ട് ബോമിന് ജാങ്യുൽ പറയുന്നത് ശരിയാണ്, അവാർഡ് നിരസിച്ചത് തെറ്റാണ് എന്ന് തോന്നുന്നു. ഹോങ് ഇവിടെ തന്നെ ടേബിളിൻ്റെ താഴെ ഒളിച്ചിരിക്കുന്നു. തനിക്ക് അറിയാം എന്നതുപോലെ ജാങ്യുൽ ടേബിളിൻ്റെ മേലെ ഒന്ന് തട്ടിയിട്ട് നിങ്ങളൊക്കെ ബിസിയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ജാങ്യുൽ പോയി എന്ന് അറിഞ്ഞുടനെ ഹോങ് പുറത്ത് വന്ന് റിലാക്സ് ആകുന്നു. പക്ഷേ യൂൻബോമിന് ജാങ്യുലിനെ കുറിച്ച്
അവൻ്റെ ജോലിയെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയായിരുന്നു. അതിന് കൊലീഗ്സൊക്കെ അവരവർക്ക് അറിയുന്നത് പറഞ്ഞു തുടങ്ങി. ജാങ്ക്യൂൾ എന്നും തൻ്റെ ഗ്യാങ്ങുമായി എല്ലായിടത്തും പോണതാണ്. ഹോങ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡ്രിങ്ക്സ് ആക്കുമ്പോൾ ജാങ്ക്യൂൾ തൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ വന്ന് ഒരു കാരണമില്ലാതെ ഡ്രിങ്ക്സൊക്കെ തട്ടിക്കളഞ്ഞ് ടേബിൾ അടക്കം മറിച്ചിട്ട്. പിന്നെ ഒരിക്കൽ ജാങ്ക്യൂൾ ആരെയോ കുഴിച്ചിടാനായി കുഴിയെടുക്കുന്നതായിരുന്നു. അതുപോലെ ഒരു വീടിൻ്റെ മുന്നിൽ നിന്നിരുന്ന കാറിന് ഒറ്റയ്ക്ക് ജാങ്ക്യൂൾ എടുത്ത് മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ട് ബോമിന് കൺഫ്യൂസ്ഡായി. അതേസമയം ബോം പേടിച്ചും പോകുന്നു. സൂപ്പർ മാർക്കറ്റിലെത്തിയ യൂൻബോം എന്തോ പർച്ചേസ് ചെയ്യുമ്പോൾ തനിക്ക് അച്ഛൻ്റെ മെസ്സേജ് വന്നത് നോക്കുന്നു. മകളെ ഒത്തിരി മിസ് ചെയ്യുന്നു, സംഭവിച്ചതിനൊക്കെ റിഗ്രറ്റ് ആക്കുന്നു എന്നൊക്കെ മെസ്സേജ് ആയിരുന്നു. പക്ഷേ യൂൻബോം ഒന്നും തന്നെ റിപ്ലൈ ചെയ്യുന്നില്ല. ബോം വളരെ അപ്സെറ്റ് ആയിരുന്നു. അതേസമയം ഡോർ കീ വർക്കാവുന്നില്ലായിരുന്നു. അതെടുത്തെറിഞ്ഞ് ഓണറിനോട് എക്സ്ട്രാ കീ മേടിക്കാനായി നടന്നു പോകുന്ന ബോം ദൂരെ ആരോ നിൽക്കുന്നു. കയ്യിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്ന ബോമിന് വേഗം തന്നെ ഇന്ന് കൊലീഗ്സ് പറഞ്ഞതാണ് ഓർത്ത് അത് ജാങ്ക്യൂൾ എന്ന് പേടിച്ച് ഓടാൻ തുടങ്ങുന്നു. പുറകെ ജാങ്ക്യൂൾ ചേസ് ചെയ്ത് പോകുന്നു. ബോം സ്പീഡ് കൂട്ടുന്നു. പെട്ടെന്ന് പോലീസിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തോ ഒന്ന് ദേഹത്തിലേക്ക് ടച്ചായതുപോലെ തോന്നുന്ന യൂൻബോം ഓവർ തിങ്ക് ചെയ്ത് ഫോൺ താഴെയിടുന്നു. എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന യൂൻബോമിനെ നോക്കി ഫോൺ എടുക്കുന്ന ജാങ്ക്യൂൾ അമ്പരക്കുന്നു. നീ എന്തിനാണ് പോലീസിനെ കോളാക്കിയ? ഈ സ്ക്വാഡ്സ് നിന്നെ എങ്ങനെയാണ് ഹേർട്ടാക്കിയ എന്നൊക്കെ ചോദിക്കുന്ന ബോം ചമ്മലോടെ ഇത് സ്ക്വാഡ്സ് അല്ലേ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ടാറ്റോ എന്ന് പേടിയോടെ പറയുന്നു. ഇതെൻ്റെ ടാറ്റോ ഷോപ്പിലെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആക്കിയതാണ്, എനിക്കിഷ്ടമായി, അതാണ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ബോമിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ജാങ്ക്യൂൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ബോം ഒന്നും പറയാതെ മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ സഹായിക്കാം എന്ന് വീണ്ടും പറയുന്ന ജാങ്ക്യൂൾ വേഗം തന്നെ ഡോറിനോട് നോക്കുന്നു. ഡോർ ഓപ്പൺ ആവുന്നില്ല എന്നറിഞ്ഞത് അയ്യോ അത് ചവിട്ടി പൊളിക്കരുത് എന്ന് പറയുന്ന ബോമിനെ നോക്കി മാസായി ജമ്പാക്കി ഡോറിൻ്റെ മറുവശത്തിലേക്ക് കടന്ന ജാങ്ക്യൂൾ വേഗം തന്നെ ഈസിയായി ഡോർ ഓപ്പണാക്കി പുറത്ത് വരുന്നു. എനിക്ക് ഇച്ചിരി അർജൻറ്റ് ഉണ്ട്, ഞാൻ വേഗം പോകണു, സ്ക്വാഡ്സ് തണുത്തുപോയി എന്ന് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ജാങ്ക്യൂൾ എങ്കിലും ബോം എന്താ എന്നെ ഓർക്കാത്തെ, എന്നെ മറന്നു പോയതാണോ എന്നൊക്കെ കൺഫ്യൂസ്ഡായി ബോമിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. കുറച്ചു നേരം അവരുടെ ആ ഫസ്റ്റ് മീറ്റ് തന്നെ ഓർക്കുന്നു ജാങ്ക്യൂൾ. പക്ഷേ ഇവിടെ ബോം കൺഫ്യൂസ്ഡ് ആണ്. ടീച്ചർ പേരൻസ് മീറ്റിംഗ് വന്നല്ലോ, എങ്ങനെ ഇനി ജാങ്ക്യൂളിനെ ഫേസ് ആക്കും എന്നൊക്കെ ബോം പാരൻസിനെ വിളിച്ചിട്ട് മീറ്റിങ്ങിന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. ഹോങ് ജാങ്ക്യൂളിനെ മീറ്റിങ്ങിന് എല്ലാ പേരൻസിൻ്റെ കൂടെ വേണ്ട, മാറ്റിവെക്ക് എന്നൊക്കെ അഡ്വൈസ് ആക്കുന്നു. ജാങ്ക്യൂൾ തൻ്റെ ഗ്യാങ്ങുമായി ഫുഡ് കഴിക്കാനായി പോയിരിക്കുന്നു. ബോം കോളാക്കിയിട്ട് നിങ്ങളൊന്ന് സ്കൂൾ വരെ വരണം എന്ന് പറഞ്ഞത് ജാങ്ക്യൂൾ ഇപ്പോഴാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല, മൺഡേ ഈവനിങ് 4 o'clock എന്ന് മീറ്റിംഗ് ഫിക്സ് ആക്കുന്നു. യൂൻബോമിന് ടെൻഷൻ സ്റ്റാർട്ടായി. കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി കളർഫുൾ ഡ്രസ്സിൻ്റെ കൂട്ടുപിടിക്കുന്നു. ബോമിൻ്റെ ഈ സ്റ്റൈലിഷ് ലുക്ക് കണ്ട് സ്റ്റുഡൻസിന് പോലും ഡൗട്ട് തുടങ്ങി. എന്ത് പറ്റി മിസ്സേ, എന്ന് ഡാർക്ക് കളർ ഡ്രസ്സ് ധരിക്കുന്ന നിങ്ങൾ ഇന്ന് കളർഫുള്ളായി ഡ്രസ്സ് ആക്കിയിട്ടുണ്ടല്ലോ എന്ന് സ്റ്റുഡൻസ് വരെ ഡൗട്ട് ചോദിക്കുന്നു. ഇത് കേട്ട ബോം കളർഫുൾ ഡ്രസ്സ് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും, അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് കളർഫുള്ളായി ഡ്രസ്സ് ആക്കിയതെന്ന് പറയുന്നു. പക്ഷേ മീറ്റിങ്ങിന് സമയമായത് എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫ്സും സ്ഥലം വിട്ടു. ജാങ്ക്യൂളിനെ മീറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഹാങ്ക്യൂളിനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് അവനും പോയി. യൂൻബോം വേറെ വിധിയില്ലാതെ മീറ്റിങ്ങിന് വേണ്ടി റെഡിയായിരിക്കുന്നു. ഇവിടെ ഒരു ലോയർ തൻ്റെ ഓഫീസിൽ കേസിൻ്റെ കാര്യത്തിൽ ബിസി ആയിരിക്കുന്നു. ഈ ലോയറിൻ്റെ പേര് ഈജിൻ. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഞാൻ വലിയ തഗ്ഗാണ്, ഡോണാണ് എന്നൊക്കെ പറയുന്ന തിരിയുന്നില്ലേ അവനെ എനിക്ക് അറിയാം എന്ന് ഇൻഡയറക്റ്റായി ജാങ്ക്യൂളിനെ കുറിച്ച് അസിസ്റ്റൻറ്റിനോട് പറയുന്ന ലോയർ താനിപ്പോൾ ആരെയോ തിരയുകയാണ് എന്ന് അസിസ്റ്റൻറ്റിനോട് പറയുന്നു. ഇവിടെ ജാങ്ക്യൂൾ മീറ്റിങ്ങിന് വേണ്ടി വന്നത് വലിയൊരു ചെടിച്ചട്ടിയുമായിട്ടായിരുന്നു. ബോം അത് കണ്ടത് ഗിഫ്റ്റൊന്നും പാരൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറില്ല എന്ന് പറഞ്ഞത് ഇത് ഗിഫ്റ്റ് അല്ല, ഇത് ഒരു കോമ്പൻസേഷൻ ആണ്. സ്റ്റാഫ് റൂമിൽ അന്ന് ഞാൻ പൊട്ടിച്ച ചെടിച്ചട്ടിക്ക് പകരമാണ്. ശരി വരൂ ഇരിക്കി എന്ന് യൂൻബോം വിളിച്ച് ജാങ്ക്യൂളിന് എത്തുന്നു. ഇതെന്തിനാ ഈ ടേബിൾ എന്ന് ജാങ്ക്യൂൾ മാറ്റിയിടുന്നു. യൂൻബോമിന് അവൻ അടുത്ത് വന്നിരിക്കുന്നത് കണ്ട് ഓക്വേർഡായി ഫീൽ ആകുന്നു.
അവൻ അത്രേ അടുത്ത് വന്നിരുന്ന് കണ്ണും നോക്കി. നെഫ്യൂനെ കുറിച്ച് ചോദിക്കാതെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുന്നു. അവനോട് പേഴ്സണൽ കാര്യം പറയാതെ യൂൻബോം ഹാങ്ക്യുൽ നല്ല പഠിക്കുന്ന പയ്യനാണ്, അവനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി കോളേജിലേക്ക് വിടണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ജാഗ്യുൽ അടുത്ത് വന്ന് വീണ്ടും ബോമിനെ കുറിച്ച് സംസാരിക്കുന്നു. നെക്സ്റ്റ് എന്തായി എന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കരുത്. ബൈ ബൈ.